ഫെയറി വേൾഡിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? നമുക്കൊരു ഫെയറി വേൾഡ് ചെയ്തെടുത്താലോ? അതിനായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണാനായിട്ട് പോകുന്നത്. ഇതെല്ലാം ക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഏതാദ്യം തുടങ്ങണമെന്നുള്ള കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഏതായാലും നമുക്ക് ആദ്യം ഫെയറി ടെയിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് ബ്ലൂ കളർ ഫെയറി ടെയിലാണ്. ഇത് എസ്തെറ്റിക് ഡെക്കേഴ്സിനൊക്കെ നന്നായിരിക്കും. അടുത്തത് പിങ്ക് കളർ ഫെയറി ടെയിലാണ്. പിങ്ക് കളർ ഹെയറും പിങ്ക് കളർ ഡ്രസ്സും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഫെയറി ടെയിൽ. ഇത് പിങ്ക് റൂം ഡെക്കറിനും അതുപോലെ ക്യൂട്ട്നെസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് നന്നായിരിക്കും. ഏതായാലും നമ്മൾ ഫെയറി ടെയിൽസ് ഒക്കെ അൺബോക്സ് ചെയ്തല്ലോ. എന്നാൽ ഇതിന് പിന്നിലുള്ള ഐതിഹ്യം എന്താണ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കിയാലോ. ഈ ഫെയറി ടെയിൽസ് എന്ന സ്മോൾ ക്രിയേച്ചേഴ്സ് ആണ്. ഏകദേശം ഒരു ബട്ടർഫ്ലൈയുടെ അത്രയൊക്കെ വരുന്ന കുറെ ക്രിയേച്ചേഴ്സ്. അത് കാണാൻ ഇപ്പോൾ കാണുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് കൂടുതലും ജീവിക്കുന്നത് കാടുകളിലൊക്കെയാണ്. കാടുകളിൽ മരങ്ങളുടെ ഇടയിൽ ചെറിയ മരപ്പൊത്തൊക്കെ ഉണ്ടല്ലോ, അവിടെ ചെറിയൊരു ഡോർ പോലെ വെച്ചത് കുഞ്ഞു ക്രിയേച്ചേഴ്സ് ആണല്ലോ. അപ്പോൾ കുഞ്ഞു വീടൊക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ അവർ ജീവിക്കുന്നു എന്നും അതുപോലെ ഈ ക്രിയേച്ചേഴ്സിന് ചെറിയ മാജിക്കൽ പവേഴ്സ് ഒക്കെ ഉണ്ടെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. ഇത് വരുന്നത് ലക്കാണ് എന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ട്. ഇതൊരു ഐതിഹ്യം മാത്രമാണ്, അല്ലാതെ സയന്റിഫിക്കലി ഇതിന് പ്രൂഫ് ഒന്നുമില്ല. ഈ പ്രോഡക്റ്റിനെ പറ്റി അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. നമുക്കിനി ഈ പ്രോഡക്റ്റിലേക്ക് വരാം. ഇതിന്റെ ഈ വിങ്സ് കണ്ടാൽ തന്നെ അറിയാം, ഇത് സോഫ്റ്റ് വിങ്സ് ആണ്. ഇത് അക്വേറിയം പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫിഷ് ടാങ്കിലൊക്കെ വെക്കുമ്പോൾ മീനുകൾക്ക് ഇത് ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ് എഡ്ജസ് ഒക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മിക്ക ആളുകളും നമ്മളിപ്പോൾ അക്വേറിയത്തിൽ വരുമ്പോൾ അക്വേറിയത്തിൽ ഫിഷ് ടാങ്കിലൊക്കെ നമുക്കിത് വെക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. എന്നാൽ ഇത് നമുക്ക് വേറെ പല ഇടങ്ങളിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഈ മിനിയേച്ചർ ഫെയറി ടെയിലൊക്കെ ആണെങ്കിൽ ഗാർഡൻ ഡെക്കേഴ്സിനൊക്കെ നല്ല ബെസ്റ്റർ ഓപ്ഷൻ ആണ്. ഗാർഡൻ ഡെക്കർ മാത്രമല്ല, ക്രാഫ്റ്റ്സിന് അതുപോലെ ഹോം ഡെക്കേഴ്സ് ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് അക്വേറിയം പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നരച്ചൊന്നും പോകില്ല. വെള്ളത്തിൽ വെക്കുന്നത് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പെയിന്റ് തന്നെ ആയിരിക്കുമല്ലോ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫിഷ് ടാങ്കിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ സോഫ്റ്റ് ലൈറ്റ് ചൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. പിങ്ക്, ബ്ലൂ, ഇതിനൊക്കെ കുറച്ചൊരു മാജിക്കൽ ടച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സോ ലൈവ് പ്ലാന്റ്സോ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഇത് കാട്ടിലൊക്കെയാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു തീമാണല്ലോ. അടുത്തിടെ നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് മെർമെയ്ഡ് അല്ലെങ്കിൽ മത്സ്യകന്യകയാണ്. മത്സ്യകന്യകയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ഓഷൻ തീമൊക്കെ ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല, വേറെ ഒരുപാട് പ്രോഡക്ട്സ് നമ്മുടെ അക്വേറിയത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ അക്വേറിയം ജെസ്സി അക്വേറിയം പനച്ചമൂടാണ്. അതിന്റെ ലൊക്കേഷൻ വരുന്നത് കേരള തമിഴ്നാട് ബോർഡറിലാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ലൊക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. പിന്നെ എസ്പെഷ്യലി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഒരു ചാനലിൽ ക്രാഫ്റ്റും ഗാർഡനിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാനൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ അക്വേറിയത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇൻസൈഡ് ജെസ്സി അക്വേറിയം എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ടാവും. ആ ഒരു പ്ലേലിസ്റ്റ് സേവ് ചെയ്താൽ ഈ ചാനലിലെ അക്വേറിയം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അക്വേറിയം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ആവശ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ ഏത് പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കൂടി കമന്റ് ചെയ്യുക. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.